ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആണ്. ഇനി ഇംഗ്ലീഷും കൂടെയാണ്. പിന്നെ എനിക്ക് +1 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, +1 മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞു. അപ്പോൾ ബോട്ടണീനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇച്ചിരി കൂടെ കറക്റ്റ് ആവുമല്ലോ തോന്നി. കാരണം മോഡലിനെ വെച്ച് നോക്കുമ്പോൾ, മോഡൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിസം വിച്ച് പ്രിവെൻറ്റ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അത് കറക്റ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, റീകോമ്പിനൻ്റ് ഡിഎൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രോപ്പ് വെറൈറ്റീസ് വിച്ച് ഇസ് അമേരിക്കൻ മറ്റേ ബയോപ്രസി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ബസ്മതി റൈസ് ആണ്. അത് ഞാൻ അവസാനം എഴുതിയതാണ്. അപ്പം 3 കറക്റ്റായി. പിന്നെ ഞാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ വെറുതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രിൻസിക് പോപ്പുലേഷൻ സ്റ്റേബിൾ പോപ്പുലേഷൻ എന്തൊക്കെ എഴുതിയത്. പക്ഷേ ഫസ്റ്റ് വൺ, അതായത് എ ആണ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ് ആൻസർ. കറക്റ്റ് ആൻസർ. അങ്ങനെ സക്സസ്ഫുള്ളി ആ 3 മാർക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഇടക്കിടക്ക് നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഓർഗാനിക് മെറ്റീരിയൽ, സ്പോറോപൊളനിൻ, എക്സൈനിൻ, ഡൈൻ, സെല്ലുലോസ്, പെക്റ്റിൻ, ആ സംഭവം. പോളൻ ഗ്രെയിൻസിൻ്റെ പ്രോപ്പർട്ടി, എക്സൈനിലുള്ള പ്രോപ്പർട്ടി, മറ്റേ ഡിഗ്രേഡ് ചെയ്യില്ല, ആ സംഭവമൊക്കെ. പിന്നെ DNA. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തായാലും തെറ്റാണെന്ന് തോന്നുന്നു. 9ാമത്തേൻ്റെത് ആൻസർ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, DABC. ഇതാണ് ഓർഡർ ആൻസറിൻ്റെ, അത് കറക്റ്റാണ് ഞാൻ എഴുതിയേക്കണതും. 10ാമത്തേൻ്റെ A അറിയില്ല, B അറിയാം. ലൈക്ക് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, ആ സംഭവമാണ്. എനിക്കറിയാൻ പാടില്ല, ഞാനതിൻ്റെ എഴുതിയില്ല. 11ാമത്തേൻ്റെത് എന്താണ്, BT കോട്ടണിലെ ബാക്ടീരിയത്തിനെ കില്ല് ചെയ്യുന്നില്ല, പക്ഷേ മറ്റേ കോട്ടൺ ബോൾ വോമിനെ കില്ല് ചെയ്യാനുണ്ട്. ലൈക്ക് അത് ബാക്ടീരിയത്തിൻ്റെ ഇതിനകത്ത് ഇനാക്റ്റീവ് ആയിരിക്കും. കോട്ടൺ ബോൾ വോം അതിനകത്ത് ഗട്ടിൽ വച്ച് റിയാക്ട് ചെയ്യുമ്പോൾ pHൻ്റെ എന്തോ ഡിഫറൻസ് കാരണം ആക്റ്റീവ് ആകുന്നുണ്ട് അതുവഴി. ഫ്രോഗിൻ്റെ എനിക്ക് പെട്ടെന്ന് കത്തില്ല. ഫ്രോഗിനകത്ത് ക്ലിമോഫേജ് വന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന്ത് ആ സംഭവത്തിലാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷെ ഫ്രോഗിൽ എനിക്ക് സ്കിന്നിനെ പറ്റി എന്തോ ഞാൻ എഴുതിച്ചത്. പിന്നെ ബട്ടർഫ്ലൈൻ്റെത് സെയിം സാധനം തന്നെ, ടോക്സിൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തോ കെമിക്കൽ പ്രൊഡ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ 13ാമത്തേൽ A അറിയാം, B അറിയാം, A അറിയില്ല, B അറിയാം. B ക്യാരിയിങ് കപ്പാസിറ്റി ആണ് ഉള്ളത്. ഫസ്റ്റ് B ആണെന്ന് ഞാൻ A ആണ് എഴുതിയത്. എക്സ്പ്ലനേഷൻ ഒന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് കറക്കി കുത്തിയതാണ്. 14ാമത്തേൻ്റെ A കൊമൻസാലിസം, B മ്യൂച്വലിസം, C കോമ്പറ്റീഷൻ, D പാരസൈറ്റിസം. ഇത് കറക്റ്റായിരുന്നു. ബാക്കി വന്ന 2 ക്വസ്റ്റ്യനും ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് ഈ എക്കോളജിനകത്തും ഭൂരിഭാഗം ടൈംസും ഒരു പിരമിഡ് എന്നിട്ട് അപ്രൈറ്റ് ചെയ്ത് അതാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അത് മാത്രം നോക്കിയുള്ളൂ, ഭയങ്കര അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ലാലും അതിൻ്റെ കാണാനുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ മീ ഈ ഒരു സെക്ഷനിൽ 9 അറ്റൻഡ് ചെയ്യണം. എൻ്റെ ഒരെണ്ണം തെറ്റി, ഒരെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്തതിൽ തന്നെ 2 ക്വസ്റ്റ്യനിൽ A അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഓക്കെ. മൂന്നാമത്തെ സെക്ഷനിൽ 3 മാർക്ക് സെക്ഷൻ, അതിനകത്ത് ഒരെണ്ണം അപ്പാട് തെറ്റി. ഞാൻ മെച്ചുവർ എംബ്രിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, അത് തന്നെയാണോ എനിക്കറിഞ്ഞൂടാ. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റീർ ടാങ്ക് ബയോറിയാക്ടേഴ്സ് അറിയാം. പ്രൊഡക്റ്റ് ഡയറക്റ്റ്ലി മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ട്രാൻസ്ജീനിക് അനിമൽ എന്താണെന്ന് അറിയാം. പക്ഷേ ഞാൻ ആ ട്രാൻസ്ജീനിക് ആ ടോപ്പിക്ക് വരുമ്പോൾ കൂടുതലും അതായത് ഹ്യൂമൻ മിൽക്കിനോട്ട് സിമിലർ സെയിം മിൽക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കവുണ്ട്, റോസി, അതിനെപ്പറ്റി മാത്രം ഞാൻ നോക്കാറുള്ളൂ, വെറുതെ ഓടിച്ചിട്ട് നോക്കുമ്പം. ഇത് ഞാൻ നോക്കില്ല. ട്രാൻസ്ജീനിക് അനിമൽ ആക്കി മാറ്റുന്നത് കൂടുതലും മൈസാണ്. പേർപ്പസ് ടെക്സ്റ്റിലുണ്ട്, അത് ഞാൻ എന്തൊക്കെയോ എനിക്ക് വായിത്തോന്നാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓർമ്മയുള്ളത് പഠിച്ചിട്ടില്ല കൃത്യമായിട്ട്, ക്ലാസ് കേട്ട ഓർമ്മയൊക്കെ. വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്റ്റ്, അതും ഡിഫൈൻ ചെയ്യാനാണ് ആദ്യം പറഞ്ഞേക്കണത്. ഡിഫൈൻ ചെയ്യാൻ അറിയില്ല, പക്ഷേ ഇക്വേഷൻ അറിയാം. C അറിയില്ല, അതായത് A അറിയില്ല, B അറിയാം, C അറിയില്ല. അങ്ങനെ 3 മാർക്ക് ക്വസ്റ്റ്യൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സുവോളജി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്നാലും ഞാൻ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതുണ്ടോ, എന്തോ കാട്ടിയ പയറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോൺ മാരോ ആണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു ടോൺസിൽസ് ആണ്. എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയില്ല, പക്ഷേ ബോൺ മാരോ ആണ് കറക്റ്റ് ആൻസർ. ഞാനത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് വൺ മൾട്ടിലോഡ് കോപ്പർ റിലീസ്. തേർഡ് വൺ ഇൻഫെക്റ്റഡ് മെയിലും ബി എന്താണ് മീറ്റിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. ഫോർത്ത് വൺ കൊളസ്ട്രോം ആണ്. ഫിഫ്ത്ത് വൺ ഹ്യൂമൻ ജീനോം പ്രൊഡക്റ്റ്. അപ്പം ഞാൻ എനിക്കറിയാവുന്ന 4 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 4 ശരിയായിരുന്നു. പിന്നെ സിക്സ്ത് വൺ ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ഓർ പ്രഗ്നൻസി. ആ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആംബുലറി റീജിയനിൽ അറ്റ് സെയിം ടൈം വന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ. പിന്നെ ആക്രോസോം അല്ല, ആഫ്റ്റർ ഓവുലേഷൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഗ്രീഫിൻ ഫോളിക്കൽസ് കോപ്പസ് ലൂട്ടിയമായിട്ട് മാറും. സെവൻത്ത് വൺ അമിനോ സിന്തസിസ് അത് ചെയ്തിട്ടുണ്ട്. എട്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്കിൾ സെൽ അനീമിയുള്ള പേഷ്യൻറ്റിൻ്റെ ഹീമോഗ്ലോബിൻ സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. 2 ഗ്ലൂട്ടാമിക് ആസിഡ് വന്നേക്കണം. അതിന് റീസൺ എന്ന് പറയുമ്പോഴേക്കും മ്യൂട്ടേഷൻ ആണ്. ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലാക്കി എടുക്കാനുള്ള റീസൺസ് 2 മതി. പക്ഷെ നമുക്ക് കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 10th വണ്ണ് എ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, അറിയാവുന്നൊരു കമൻറ്റിൽ ഇടുക. എ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. സി എന്നാണ് ഇതായിരുന്നു ലേഡിക് സെൽസ്. ബി FSH അതിൻ്റെ മാർക്ക് കിട്ടും. പക്ഷെ എ ഞാൻ എന്നിട്ട് ടെസ്റ്റിസിന് എന്തോന്ന് ചോദിച്ചായിരുന്നു, എനിക്കറിഞ്ഞൂടാ. ഹൈപ്പോതലാമസ് എന്തോ സംഭവമായിരുന്നു. ബി ക്വസ്റ്റ്യൻ ആക്രോസോം ആയിരുന്നു. അതും വലിയ കുഴപ്പമില്ല. എനിക്ക് ആ എ മാത്രം എന്തോന്ന് അറിയാമില്ല. ഞാൻ എന്തോ എന്നിട്ട് എഴുതിച്ചിട്ടുണ്ട്, ടെസ്റ്റിസിന് എന്തോ എഴുതിച്ചിട്ടുണ്ട്. 11ാമത്തേത് അറിയില്ല. 12ാമത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഞാൻ എഴുതിയേക്കുന്നത് CD. പിന്നെ ബാക്കി 2 എനിക്ക് കൺഫ്യൂഷൻ. ഇത് 2 എനിക്കും ഉറപ്പായിരുന്നു. ബാക്കി 2 കൺഫ്യൂഷനായിട്ട് ഞാൻ CDBA എന്ന് എഴുതി വെച്ചേക്കണത്. പക്ഷേ അവസാനമാണ് CDAB എന്നായിരുന്നു. തെറ്റിപ്പോയി. അത് അങ്ങോട്ട് മാറിപ്പോയി. മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, കിട്ടില്ല. പിന്നെ 13ാമത്തെ കറക്കിക്കുത്താണ് എൻ്റെ എന്നാണ്. ഫസ്റ്റത്തത് എന്തായിരുന്നു, ഫിസിക്കൽ ബാരിയർ. എ മാത്രം ശരിയായിരിക്കും സ്കിന്ന്, ബാക്കിയെല്ലാം ഞാൻ കറക്കിക്കുത്താണ്. ഹാഫ് മാർക്കെങ്കിൽ അല്ലെങ്കിൽ 1/4 മാർക്കെങ്കിൽ 1/4 മാർക്കിൻ്റെ കിട്ടട്ടെ. 14ാമത്തത് യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് ആണ്. കാണാൻ കന്നഡ. യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് ആണ്. എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് ഒപ്പാരിൻ ഹാർഡിൻ്റെ എക്സ്പെരിമെൻറ്റിനെ ഒപ്പാരിൻ്റെ ഹൈപ്പോത്തസിസിനെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതാണ്. പക്ഷേ ഞാൻ എഴുതിയേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് അമിനോ ആസിഡ് അങ്ങനത്തെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 10 പഠിച്ച് എൻ്റെ ഓർമ്മയിൽ തള്ളിയാണ് കിട്ടും. 15ാമത്തെ ക്വസ്റ്റ്യനിൽ എ ഞാൻ ഐഡൻറ്റിഫൈ ദ ബേർഡ് എന്ന് മാത്രമേ വായിച്ചുള്ളൂ. ഐലൻഡ് ഞാൻ എഴുതിയില്ല. ഗാലപ്പക്കസ് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ ബേർഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എവല്യൂഷണറി ഫിനോമിനൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. പിന്നെ അത് ഡൈവേർജൻറ്റ് എവല്യൂഷൻ ആ സംഭവം. 16ാമത്തത് ഓഫ്കോഴ്സ് എനിക്ക് അറിയില്ല, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഒപ്പിക്കണമല്ലോ. 17ാമത്തത് അറിയാമായിരുന്നു. ഫസ്റ്റ് ഡൗൺ സിൻഡ്രോം, സെക്കൻഡ് ടേണേഴ്സ് സിൻഡ്രോം, അവസാനത്തത് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഡൗൺ സിൻഡ്രോത്തിന് റോളിംഗ് ട്രങ്ക്, പിന്നെ ടേണേഴ്സ് സിൻഡ്രോത്തിൽ മറ്റേ എന്തായിരുന്നു സ്റ്റീറൈലാണ്. പിന്നെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ക്ലൈൻഫെൽറ്റേഴ്സിൽ ഗൈക്കോമേഷ്യ ആ സംഭവം സ്റ്റീറൈൽ തന്നെ ആയിരിക്കും. ആൻഡ് STI sexually transmitted diseases infections, sexually transmitted infection, sexually transmitted spread through sexual intercourse അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ എഴുതണേൻ്റെ ഇടയിൽ ഭയങ്കര വിസ്തരിച്ച് എഴുതണേൻ്റെ ഇടയിൽ അവസാന എക്സാമ്പിൾ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് B എഴുതി. അപ്പോഴേക്കും തന്നെ നെയിം എനി 2 എന്ന് പറഞ്ഞിട്ട് B ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു ലൈൻ വിട്ടിട്ടാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലെങ്കിൽ പെട്ടാനെ. B എന്ന് അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. C പ്രിവെൻഷൻ മെത്തേഡ് മെഷേഴ്സ് 3 ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 എഴുതാനേ പറഞ്ഞോളൂ, ഞാൻ 3 എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുറത്തോട്ട് വരുമ്പോഴേക്കും കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നമ്മൾ നോക്കാണ്ട പോയത്, അതുകൊണ്ട് അത് എഴുതിയില്ല. അതൊക്കെ ഇത്ര മാർക്കിന് ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. ആൻഡ് 20th വൺ ചാർട്ട് കോഡാണ് എന്താണെന്നറിയാം. പക്ഷേ അമിനോ ആസിഡ്സ് റെപ്രസെൻറ്റ് ചെയ്യണത് മെത്തിയോണിൻ അറിഞ്ഞാൽ പക്ഷേ എഴുതിയില്ല. ഞാനിപ്പോൾ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് മെത്തിയോണിനാണെന്ന് അറിഞ്ഞത് തന്നെ. അറിഞ്ഞത് മീൻസ് മോഡൽ പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം നോക്കാണ്ട പോയത്.
സ്റ്റോപ്പ് കോഡോൺസ് യു വെച്ച് തുടങ്ങുന്നത് UAGUGA. സ്റ്റാർട്ട് കോഡോൺസ് AUG, ലൈക്ക് യു എന്ന് അടുക്കായിരിക്കും. ജെനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റഡ് വൈ ഐ ഡോണ്ട് നോ, എഴുതിയില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ബയോളജി എക്സാം. ഓൾമോസ്റ്റ് എത്ര കിട്ടും ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. കൂട്ടി നോക്കണ്ടായിരുന്നു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ സങ്കടം വരും, ഞാൻ കൂട്ടി നോക്കരുത്. അപ്പോൾ അടുത്ത സബ്ജക്റ്റിന് വേണ്ടി പഠിക്കുക. ഇംഗ്ലീഷാണ്, കുഴപ്പമില്ല. +1 മാത്സ് ആണ്. ഞാൻ എന്തായാലും +2 മാത്സ് തേഞ്ഞ് എനിക്ക്, എല്ലാവർക്കും അങ്ങനെ കിട്ടുള്ളൂ, എനിക്ക് തേഞ്ഞ്. ഞാൻ പഠിച്ച ലൈക്ക് മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ വരും എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. അതെൻ്റെ തെറ്റാണ്, ഞാനാണ്. അതേപോലെ കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതും അതനുസരിച്ച് റിവൈസ് ചെയ്യുന്ന പിള്ളേർക്കും അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടുന്നതുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല. ഞാൻ പഠിച്ചു പോയാലും എല്ലാ ദിവസവും പഠിച്ചു പോയാലും ഞാൻ റിവൈസ് ചെയ്യാൻ മറക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ തല നിൽക്കത്തില്ല. ഞാൻ എക്സാമിൻ്റെ തലേദിവസമൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഏത് സാധനം, അതാണ് ഞാൻ. ആൻഡ് എല്ലാവരും എന്നെ പോലെ അല്ല, എല്ലാവരും അത്ര അത്ര സീരിയസ്നെസ്സോടെ പഠിക്കുന്നവരുമുണ്ട്, പഠിക്കാത്തവരുമുണ്ട്, ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നവരുമുണ്ട്. പഠിക്കില്ല, കുറച്ച് റിവിഷൻ ചെയ്യില്ല. ആ സംഭവം പഠിക്കുക അല്ലാണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട്. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.